ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഖാചിത്രം ഇന്നലെയാണ് സിനിമ റിലീസ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ സിനിമ കണ്ടു. ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് രേഖാചിത്രം. എനിക്ക് ജോഫിൻ ടി ചാക്കോയുടെ രണ്ടാമത്തെ സിനിമയാണിത്. എനിക്ക് ദ പ്രീസ്റ്റ്, മമ്മൂക്ക വെച്ചിട്ടുള്ള പ്രീസ്റ്റാണ് ഫസ്റ്റ് പടം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഒരു അടിപൊളി പടമാണ്. എന്താ പറയുക, നമ്മൾ 2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം. ഒരു ക്രൈം ത്രില്ലറാണ് ബേസിക്കലി. അതായത് പണ്ട് നടന്ന ഒരു ക്രൈമിൻ്റെ അന്വേഷണം ഇന്ന് കൊണ്ടുപോകുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ്. സ്പെഷ്യലി ആക്ടേഴ്സിൻ്റെ അവരുടെ ആ പ്രസൻറ്റേഷനും കാര്യങ്ങളും എല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് ജോൺ മന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ. ഈ രാമു സുനിൽ എന്ന് പറഞ്ഞ പുള്ളി തന്നെയാണ് ഇതിൻ്റെ സിനിമയുടെ കഥയും വന്നിരിക്കുന്നത്. ബ്രില്യൻ സ്ക്രിപ്റ്റാണോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, നമ്മളിങ്ങനെ അതായത് കാഷ്വലായിട്ട് എങ്ങനെ ഒരു മൂവി പോവുക അങ്ങനെയാണ് ആ മൂവി പോയിട്ടുള്ളത്. ഗംഭീര സ്ക്രിപ്റ്റ്, എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ഷൻ, അടിപൊളിയായിരുന്നു ഡയറക്ഷൻ. അതായത് ഓരോ സീനും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ട് ഒരു മീറ്റർ ഉണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ 2018 പ്രൊഡ്യൂസ് ചെയ്ത കാവ്യ ഫിലിം കമ്പനി, അതായത് വേണു കുന്നിപ്പള്ളി, അദ്ദേഹമാണ് പ്രൊഡക്ഷൻ. പിന്നെ അഭിനേതാക്കളെ പറയുകയാണെങ്കിൽ ആസിഫ് അലി, അതേപോലെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഇന്ദ്രൻ സേട്ടൻ, സായി കുമാർ ഏട്ടൻ, അങ്ങനെ ഒരുപാട് ഒരു നിര തന്നെയുണ്ട് ആക്ച്വലി ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അതിൽ എന്താ പറയുക, ഗസ്റ്റ് റോള് പോലെ വന്നിട്ട് പോയ ആൾക്കാർ വരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആസിഫ് അലി ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് മെയിനായിട്ട് സിനിമ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പണ്ട് നടന്ന ഒരു ക്രൈം, അതിൻ്റെ ഒരു റിവീൽ ഉണ്ടാകുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. മൊത്തത്തിൽ അടിപൊളിയാണ് ഈ പടം. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്നറിയോ, പടത്തിൻ്റെ BGM. അതായത് പല സീനുകളിലുള്ള BGM, അതേപോലെ അതെടുത്ത് പറയേണ്ടതാണ്. വേറെ ആരുമല്ല ചെയ്തേക്കുന്നത്, നമ്മളുടെ കിഷ്കിന്ധാകാന്ഡം സിനിമ ചെയ്തിട്ടുള്ള മജീദാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ BGMൽ. അതായത് ക്രൈം ത്രില്ലർ BGMൽ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു 2.5 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് രേഖാചിത്രം. സ്പെഷ്യലി എന്താ പറയുക, ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എനിക്കൊന്നും ആസിഫ് അലി ഈ അടുത്ത കാലത്തായിട്ട് എല്ലാം അദ്ദേഹം ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റാണ്. ഇപ്പം കിഷ്കിന്ധാകാന്ഡായാലും അഡിയോസ് അമീഗോ എന്ന് തുടങ്ങിയ എല്ലാ പടങ്ങളും, ഞാൻ തലവനൊക്കെ കണ്ടിട്ടുള്ള എല്ലാം ഗംഭീര സിനിമകളായിരുന്നു അദ്ദേഹം ചൂസ് ചെയ്തത്. സോ അപ്പം എല്ലാവരും പോയി കാണുക. ഓക്കെ, പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക. ഓക്കെ, വേറെന്താ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ രേഖാചിത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. താങ്ക് യു.